എടേ ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ? ആ സമയത്ത് നീ ഇവിടുത്തെ ഈ അയൽവാസി ലേഡീസുമായിട്ട് അല്ലേ, ലേഡീസ് അല്ല, ഈ അയൽവാസികളുമായിട്ട് എന്തോ സംസാരിച്ചു. അങ്ങനെ വലുതായിട്ടൊന്നും പറഞ്ഞില്ല, നമ്മള് ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക്. കാഷ്വൽ ഫോർമാലിറ്റി അങ്ങനെയൊന്നല്ല. അമ്മച്ചിയെ പറ്റിയിട്ടും പറഞ്ഞു. അമ്മച്ചിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പറഞ്ഞോന്ന് ചോദിച്ചാ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അമ്മച്ചി തങ്ങുള്ള തങ്കം, പുല്ല് പുല്ലെറിയുമ്പോ പുല്ല് പുല്ല്, ദുഷ്ടപാവിയാണ് ദുഷ്ടപാവി. അല്ല ചേട്ടാ, ഒരാൾക്ക് അങ്ങനെ രണ്ട് സ്വഭാവം വരും. 2, 3, 4 എണ്ണിയാകാത്ത മുഖോട്ടവർക്ക്. നീ ഒന്നും വിചാരിക്കുമ്പോലല്ല. ഇവിടെ ഈ വീടുണ്ടല്ലോ, നിങ്ങൾ സ്വന്തം ചേട്ടാ സ്വന്തം വീട് പോലെ കാണുള്ളൂ. കാണരുത്. ഇവിടെ ഇത് അമ്മച്ചിയുടെ വീടാണ്, അവരുടെ സ്വന്തം വീടാണ്. നീ അത് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മാത്രം മതി. ഈ അയൽവാസി തെണ്ടിയുള്ള ഒന്നിനെയും ഈ നടയിൽ കേട്ടില്ല, മനസ്സിലല്ലേ? ഈ പടി കണ്ട കണ്ട കണ്ടില്ല, കാണല്ലേ, നോക്കല്ലേ, കേറല്ലേ. കേറൂല. എടേ അവിടെയാണ് എന്റെ കൊച്ചപ്പ കുടികൊള്ളുന്ന സ്ഥലം. കുടികൊള്ളുന്ന അമ്മച്ചിരാണെങ്കിലും നീയാണ് ഇവിടെ താമസിക്കുന്നത്. ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്, നിന്റെ ഉത്തരവാദിത്തമാണ്, മനസ്സിലല്ലേ? അയൽവാസിയുള്ള ഒറ്റ എണ്ണത്തിനെ ഇതിന്റെ മിറ്റത്ത് കയറ്റില്. പിന്നെ വേറൊരു കേസ്, നിന്റെ പാർക്കിംഗ് സ്പേസിൽ നീ നിന്റെ വണ്ടി ഇടണം. അമ്മച്ചിയുടെ പാർക്കിംഗ് സ്പേസിൽ നിന്റെ വണ്ടി റിവേഴ്സ് പോലും കയറില്ല, മനസ്സിലല്ലേ? മനസ്സിലായി. ആ ബൈത്ത് പോയി മണി. അതറിയാം ചേട്ടാ. മണി, ഞാൻ ടോം, ഇത് ജെസ്സി. എടി നീ ടോമാണോ നീ ജെസ്സിയാണോ എന്നല്ല പറഞ്ഞത്. അല്ലോ അവിടെ ഒരു മണി കിട്ടിക്കണണ്ട. ഓ ആ മണിയാ, മോളത്തെ മണി. എന്താണോ എന്തിനാണ്? എടി നിങ്ങൾ ഹാപ്പി കപ്പിൾസ് അല്ലേ? അതെ അല്ലേ? ഭാര്യ ഭർത്താവുമ്പോ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. ചെറുതായിട്ട് നിങ്ങൾ വഴക്കൊക്കെ ഉണ്ടാവൂലേ? ഉണ്ടാവും. ചെറുതായിട്ട് ഉണ്ടാവൂലേ? ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടാവും. അപ്പൊ വഴക്കുണ്ടാക്കുമ്പോ അവള് ചെറിയ തവിയെടുത്ത് നിന്റെ തലയടിക്കുക. അപ്പൊ ചെറുതായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാവൂലേ? വഴക്കൂടുന്ന നമ്മള് വീട്ടിലൊക്കെ കേട്ടിട്ടില്ലേ വഴക്കൂടുമ്പോഴുള്ള ശബ്ദം? അങ്ങനെയുള്ള ശബ്ദം ഒന്ന് മോളിൽ കേട്ട് കഴിഞ്ഞാ അപ്പ മണി അടിക്കും. ഒന്നാമത്തെ മണി അത് നിനക്കുള്ള താക്കീതാണ്. എനിക്കുള്ള താക്കീത്? എന്തോ താക്കീത്? ആ മണി കേട്ടിട്ടും നീ പിന്നെ അടി തുടർന്ന രണ്ടാമത്തെ മണിയായി. അപ്പൊ ഇവിടെ വീട്ടിൽ എത്ര മണി എവിടൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്? എന്റെ പൊന്നപ്പി, ഈ 2-3 മണി വേണ്ടല്ലോ, ഒറ്റ മണി പോരെ. അത് 2 വട്ടം അടിക്കും. രണ്ടാമത്തെ മണി അടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോ മൂന്നാമത്തെ മണി അടിക്കാൻ വേണ്ടിട്ടായിരിക്കും. എന്റെ പൊന്നിയ, നീ പിന്നെ അടി ഉണ്ടാക്കി രണ്ടാമത്തെ മണി എങ്ങനെ അവിടെ നിന്ന് കേട്ടാ ഇപ്പൊ ഇറങ്ങിക്കോണം. നിന്റെ ബാഗ് നിന്റെ സാവര ജംഗമ്മ മൊത്തം നിർത്താക്കി ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. നീ ഈ ടെറിട്ടറി നീ വീട്ടിൽ നീ ഇറങ്ങിക്കോണം. ഇതൊന്നും നമ്മളടുത്ത് ആരും പറഞ്ഞു തന്നില്ലല്ലോ വീട് നോക്കാൻ വന്നപ്പം. ഇടേ ഇറങ്ങിയില്ലല്ലേ ഈ അയൽവക്കത്തുള്ള മറ്റേ നീയൊക്കെ പരിചയപ്പെട്ടില്ല അയൽവാസികള്, ഇവളൊക്കെ പറഞ്ഞില്ലേ വരും